ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ വർത്താനം? നല്ല വർത്താനമാണ്. പനിയൊക്കെ മാറി, ഒച്ചൻ്റെ പ്രശ്നമുള്ളൂ. അതിനിപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും ആടലോളത്തിൻ്റെ ഇലയും പിന്നെ ചുക്കും എന്താ കൽക്കണ്ടൊക്കെ പാടെ പൊടിച്ച തീരുമാനിച്ചിരിക്കണം. എന്നാല് ഇതൊക്കെ ഇമ്മക്ക് കൽക്കണ്ടോ ഇതൊക്കെ കുറച്ചിട്ടിങ്ങനെ പൊടിയാ, കുറച്ച് പൊടി ഇവിടെ ഉണ്ട്. അതിൻ്റെ അടപ്പുറത്തോ അത് ഇതിട്ടളി. അപ്പോ ഇമ്മാക്ക് കൊരയായോണ്ട് സൗണ്ട് ഇല്ല കേട്ടോ. വർത്താനം പറയുമ്പോ ഈ സൗണ്ട് കാരണം പിന്നെ സൗണ്ട് ഇല്ലാത്തോണ്ട് ഇമ്മ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോന്ന് അറിയില്ല. ഇമ്മാക്ക് കൊരയാണ്. കൊരയായോണ്ട് പച്ചമരുന്നുണ്ട്, ആടലോകടത്തിന്റെ ഇല, കൽക്കണ്ടം, കുരുമുളക്, പിന്നെന്താണ് ഇമ്മ? കൽക്കണ്ട, കുരുമുളകും ചുക്കും എല്ലാം കൂടി ഇമ്മ പൊടിച്ചാണ്. ആടലോളത്തിൻ്റെ ഇല എല്ലാം കൂടി പൊടിച്ചത് ഭയങ്കര കന്തലാട്ടത്. തുള്ളി തൊള്ളിക്കിട്ടാണിമ. കയ്പല്ലേ? അടിപൊളി കയ്പാണെങ്കിലും ചുമ വേഗം മധുരം പിന്നെ എരിവും കയ്പൊക്കെ പാടെ കൂടുമ്പോ. ആടലോടകത്തിന്റെ ഇല എന്ന് പറഞ്ഞാല് ഇതെങ്ങനെ പറഞ്ഞു തരാന്ന് നമുക്കറിയില്ല. ഇതൊരു പച്ച ഇലയാണ്. എല്ലാവരും വേലിന്റെ അരുവിലും ഉണ്ടാവും. വേലിച്ചെടിക്ക് വേലിച്ചെടി കുത്തുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചെടിയാന്നാ പറഞ്ഞത്. വെയിലിന്റെ അരുവിലൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങള് തിന്നിട്ട് എങ്ങനെയുണ്ട്? നോക്ക്, കഴിച്ചു കയ്പല്ലേ? പെരും കയ്പാണ്. കുരുമുളകും ഉണ്ട് അല്ലേ, ചുക്കും. ഇനി ഈ കുപ്പിക്കാടിന് ഉമ്മ അത് കുപ്പിയിലിട്ട് കണ്ട് വെക്കാട്ടോ. ഓരോ വേഗം മാറും. നമ്മളെ തത്തനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. വലുതാണെന്ന് ഓല് പറഞ്ഞത്. കൊണ്ടേക്കോട്ടെ, വരിമ്മ. വലുതാന്ന് ഓല് പറഞ്ഞ പോലാണെങ്കിൽ വലുതാണെങ്കിൽ ഓല് കൊണ്ടേക്കോട്ടെ. ഇതാണ് അതിൻ്റെ ഉടമ. ഇതൊക്കെയാണ് ഈ ചേട്ടായി അതിനെ പിടിച്ചിട്ട് ഇതൊക്കെ നമ്മളെ അപ്പുട്ടേട്ടനാണ് കേട്ടോ. അവിടെ എല്ലാവരും അറിയാം. ഈ കീസിൽ ഇട്ടുകണേ. അതിന്റെ മുന്നേ നമ്മളതിനെ പിടിച്ചാൽ മറന്നു വീഡിയോ എടുക്കാൻ പാടി പോകുമോ? അതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെയാണ് ഇപ്പൊ കൂട് കാലിയായേ. ഒരു കൊണ്ടേക്കോട്ടെ. നീ നന്നായി നോക്കിക്കളി. നമ്മളടുത്ത് കിട്ടിയോട് കഴിച്ചില്ലായി. കൊറേ ആൾക്കാർ ചോദിക്കീനി വലുതാണ്. ഞങ്ങൾ ആണ്ടായാലും മടില്ല, ഇവിടെ ഉണ്ട്, സുരക്ഷിതാണ്, കൊണ്ടേക്കും. ഇവിടെ എത്ര പൂച്ചകളുണ്ട്, അതിനൊന്ന് പിടിച്ചാ എന്ന് പാറണ്ട. കൊണ്ടേക്കും. ചെറുതിനെ, എന്റെ ചെറുതിന് ചെറിയതായിട്ട് മഞ്ഞപ്പിത്ത. അമ്മാക്കും പനി, മന മാറി, കൗണ്ടൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. ഗൈസ്, അപ്പൊ നമ്മള് മോണ്ടനെ ഒരു പണിന്റെ ആവശ്യത്തിനാണ് ബാംഗ്ലൂരിറ്റം പോവാണ്. മൂടാണ്. ചൂടലൊക്കെ കഴിഞ്ഞ് അവന്റെ ബാഗൊക്കെ അങ്ങനെ ഇവിടെ എടുത്തച്ചിക്കണ്. ബാഗ് മാക്ക് എങ്ങനെയുണ്ട്? കോരാ കുറവുണ്ട്. ഉച്ചക്കുണ്ട്. ഉച്ചന് ശരിയായിട്ടില്ല. മുണ്ടിയ കറക്കും. മുണ്ടണ്ട, മുണ്ടിയ കറക്കുന്നു. മുണ്ടിയ കറക്കുന്നു. ഞാൻ എന്താ എടുക്കാന്? ചാർജർ. ഗൈസ്, അപ്പൊ എന്നാ ഞാൻ പോയിട്ട് കേട്ടെ. 2-3 ദിവസം ഉണ്ടാവില്ല. അപ്പൊ ഇമ്മ ഇനി ഇമ്മ യൂട്യൂബ് വീഡിയോ എടുക്ക. ഞാൻ പോയിന്നാല് ഇതൊക്കെ എന്തൊക്കെയാ മറന്നിക്കണോ നോക്കട്ടെ. ഇവിടെ ഒന്നും കൂടി കോട്ട് കയ്യിലുണ്ട് കേട്ടോ. വണ്ടിയില് മഴ നനയാത്തോർത്ത് വെച്ചോണ്ടിട്ടോ. ഹെൽമെറ്റും ഇതൊക്കെ ഒന്നും മറന്നിട്ടില്ലല്ലോ. ഫോണൊക്കെ എടുത്തില്ലേ? ഞാൻ പോയതാ. കേട്ടിട്ടുണ്ട്. കഞ്ഞി കുടിച്ചോ നിങ്ങള്?
ഈ ഫ്രൂട്ട്സേ ഇതേ നബീല് ഓൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഇതൊക്കെ അനുവിനിപ്പോ ഇത് ഇതാ എടുത്തു വന്നോളി. അനുവിനിപ്പോ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്ത് ഉറങ്ങാണ് പാവം. ഉറങ്ങിക്കോട്ടെ. ഗായ്സ് നമ്മളെ കൊലയൊക്കെ കാറ്റിന് മൈസൂർ കൊലയാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് കൊയിഞ്ഞാടി പറ്റൂല. പേരൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടമാതിരി പേരൊക്കെ ഉണ്ട്. നിലത്ത് ചാടി കിടക്കണുണ്ട്. കോഴിക്കൊക്കെ തന്നെ ഒരു തൂക്കം പോലെ ഉണ്ടേനെ. ഞാൻ ഒലിക്കൊക്കെ പോയി നിന്ന് മൃഗാശുപത്രി പോയി മരുന്ന് വാങ്ങി. ഈ മരുന്നാട്ടോ, കോഴിക്കളെ മരുന്ന്. ഇതിൽ ചെറിയൊരു കുട്ടിയുണ്ട്. ഇതിൻ്റെ ഉമ്മ ഇതിനെ നോക്കണില്ല. അപ്പം ഈ കുഞ്ഞുങ്ങളൊപ്പം ബാട എന്നെ പാവം വിളിച്ചാലൊക്കെ വരും. ബാ ബാ ബാട ബാടക്ക ചിക്ക കളി. ഓ പാവേ കളക്കനേന് ചോട്ടുകൂടെ നടക്കോളൂ. അങ്ങനെ അതിലുണ്ട് അവിടെ ഉണ്ട് ഞാൻ. ഇതൊക്കെ നീ ചേർത്തിന് എന്നതിന് കണ്ണുണ്ടല്ലോ വന്നിട്ട്. അങ്ങനെ കണ്ടോ ആ ഒരു പുയ്യര നണ്ടിന് അതിനെ തിന്നു. ഇഷ്ടംപോലെ ഇങ്ങനെ പുയ്യര പിടയ്ക്കതാ. ആ നൂൾക്ക് പറ്റിയ നൂള് പോയി പൊടിച്ചിട്ടുണ്ട്. അമ്മ എങ്ങോട്ടാ പോയിക്കണെന്ന് അറിയോ ഗൈസ്? കിട്ടിയമ്മ രാവും തെയ്യകൾ ഇങ്ങനെ കുഴിച്ചെടുക്കണേ. അപ്പൊ അത് മുള വന്നിക്കണോ നോക്കാൻ വേണ്ടി പോയിക്കമ്മ 3-4 കുഴിച്ചിട്ടീനി. അത് കുഴിച്ചിടാനാട്ടോ. ഇവിടെ എവിടെ കുഴിച്ചിടണം? ഇവിടെ ഈ ഒഴിവിലൊക്കെ ഇട്ടടി. ഈ 3 തെയ്യ 3 കൊല്ലം കുഴിച്ചിട്ടിട്ടാണ് ഇക്കൊല്ലം ഉണ്ടായത്. അതേമാതിരി ഇപ്പൊ 2ാം കൊല്ലം അപ്പോഴും തുറന്നു. അത് ഇവിടെ തന്നെ കുഴിച്ചിട്ടടി. എവിടെ ഉണ്ടാവണ വെച്ചാൽ അവിടെ ഉണ്ടാവും. കുറച്ച് വലിപ്പെല്ലാം എടുത്തുകൂടിയമ്മ. ഈ കുരു വെച്ചിട്ടാ ഉണ്ടാവുമോ ഉറപ്പാ? അത് മുളക്കി വരിക നോക്കുക. അവിടെയൊക്കെ നിങ്ങൾ കുഴിച്ചിട്ട് തന്നെ നിങ്ങൾ മാന്തിയല്ലോ. അതൊക്കെ കുഴിച്ചിട്ടാണല്ലോ. ആദ്യോ അതൊക്കെ നിങ്ങൾ മാന്തി. അവിടെ ഒരു 3-4 ഇട്ടളി നോക്കി. അതൊക്കെ നിങ്ങൾ ഇട്ടതാണ്, കുഴിച്ചിട്ടതാണേ. ആ 3-4 ഇട്ടളി എന്നിട്ട് അങ്ങോട്ട് ചിലപ്പോൾ ഉണ്ടാകുകയാണെങ്കിലോ. ഗായ്സ് നമ്മൾ അനുവിന് ഭയങ്കര പൈപ്പുണ്ട്. കാരണം പൈച്ചിട്ട് വെച്ചാറുണ്ട്. അവൻ്റെ കുട്ടി ആപ്പിള് തിന്നാണ്. വേറെ എന്താ തിന്ന പൈച്ചണുണ്ട് പാവം. കണ്ണുമൂറൊക്കെ നോക്കി നോക്കിക്ക ക്യാമറമ്മക്ക്. ഔച്ച് വെജ കാണാൻ പൊന്നെ എന്താ തിന്നാൻ പറ്റിയ അറിയില്ലല്ലോ. ഉപ്പും ഒന്നും കൂട്ടാൻ പറ്റാത്ത ഒന്നും തിന്നാൻ വെച്ച തിന്നാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കഞ്ഞെങ്കിലും കുടിച്ചീനി. ഉപ്പൊരു തുള്ളി ഇടാനും പറ്റൂലേ? അറിയില്ല, ചിലർ പറഞ്ഞു കുറച്ച് ഉപ്പിടാൻ. ആദ്യം കഞ്ഞെങ്കിലും കുടിച്ചീനി. ഉപ്പില്ലാത്ത കഞ്ഞി എങ്ങനെയൊക്കെ കണ്ണു കൂടി കുടിച്ചീനി. ഇപ്പൊ അത് മണ കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ഛർദ്ദിച്ചാൻ വരും കഞ്ഞിന്റെ. പിന്നെ ചോറും തിന്നു നോക്കി. ഒരു വട്ടം ചോറും തിന്നു, പിന്നെ ചോറും പറ്റുന്നില്ല. ആപ്പിളിനും എനിക്ക് ടേസ്റ്റ് അങ്ങനെ ഇതൊന്നും കിട്ടുന്നുണ്ടോ? തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ട്. പിന്നെ തൊള്ള കഴിച്ചല്ലേ? പിന്നെ തൊള്ളാണ് കഴിച്ച. അങ്ങനെ കഴിക്കണ്ടം കൊണ്ടുവച്ചിട്ട് ഉമ്മച്ചി ആ പാത്രത്തിൽ വേണ്ടേ? മധുരം പറ്റൂലേ? അറിയില്ല. ആരാവോ വന്ന്? അല്ല അപ്പുട്ടേട്ട. എന്താ പുട്ടേട്ട നിങ്ങളതല്ലേ? എന്നിട്ടോ നെടുങ്ങാട്ടനോണ്ടെന്നോ? ആ എന്നാ കൂട്ടി തന്നെ ഇട. നമ്മളേ തത്തനെ കൊണ്ടുപോയോരേ ഓലതെല്ലാറും ഇങ്ങോട്ടന്നെ കൊണ്ടുവന്നിക്കണം കേട്ടോ. എന്നാ കഴിക്കാണ്ട് ഇട്ടളി. ആ കീസ് കൊടുക്കാണ്ട് ഇട്ടളി. പിന്നെ കീസ് വെച്ച് വരിക്കാം. ആ കഴിച്ചില്ലായി. എവിടക്ക പോയിനേത്? എവിടക്കാടാ പോയിനത്? ഞാൻ കരുതി നിങ്ങൾ ഓളത് മരുവോള് പറഞ്ഞപ്പോഴേ എന്നാ ഞാൻ ഓലതാണെങ്കി കൊണ്ടേക്കോട്ടെ. ആ അതന്നെ നമ്മളും കൊറേ ആൾക്കാരോട് ചോദിച്ചു. അതേ ഉണ്ടെങ്കി പറയാൻ പറഞ്ഞു. നമ്മളെ തത്തനെ
ഓലതാണ് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഓലതല്ലോ ലോട്ടെ നമ്മൾ കൂട്ടിക്കാൻ ഇട്ടേക്കണം. ഞാൻ അപ്പോൾ പോയപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമുക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ, തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ. ഓലതല്ലോ ഇങ്ങോട്ടന്നെ കൊണ്ടുനിൽക്കണം. അങ്ങനെ തിന്നു ഞാൻ ഉണ്ടാവും കൊണ്ടുവന്ന തീറ്റയാണ്. അതിൽ നിറച്ചുണ്ട്. ഇനി കുറേ കഴിഞ്ഞു തീറ്റ ഇങ്ങോട്ട് കൊടുക്കണം. ഓള് തിന്നണുണ്ട് കേട്ടോ. തിന്നാടി പെണ്ണെ പാവം. ഔ തിന്നണം. കുറേയൊക്കെ കൊത്തി കളയിട്ടോ, കുറേയൊക്കെ തിന്നു. അങ്ങനെ തീരെ വെജട്ടോ നോക്കിയാ എങ്ങനെ കുത്തിരിക്ക അല്ലേ? ഉമ്മമാർക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്, കൊരന്റെ പനിയൊക്കെ മാറിയിരിക്കണം. സൗണ്ടിന്റെ ഇതന്നെ ഉള്ളു. നല്ലോണം കാർക്ക് വെച്ചാണി കിട്ടുണ്ടോ ഗീരം തൊണ്ടന്റെ ഇതല്ലേ? ശരിയാവും ഗീരം, ടൈം എടുക്കും ഗീരം. ഇന്റെ ഇനിയിപ്പോ ഉള്ളത് ഇന്റെ ആക്കണ കണ്ടാറിറങ്ങാനായിട്ട് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വർത്താനം പറയാനും പറ്റൂല. അതന്നെ കൊര വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാതെ കുരക്കും. അപ്പോൾ ഇവിടെ നെഞ്ചൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ വർത്താനം പറയാതെ ഇങ്ങനെ മുണ്ടാതെ കിടക്കണേ. തീരെ വെജ, ഒരു സാധനം തിന്നാൻ വെജ. വെള്ളം വരെ കുടിച്ചാൻ പറ്റാത്ത അവസ്ഥ. വെള്ളം വരെ ഒരു ചോയ ഇല്ലാത്തൊരിത്. കുടിച്ചു സഹിച്ചു കുടിച്ച കണ്ണും ചിമ്മിയാണ് കുടിച്ചൂട്. വെള്ളമാണ് ഇതിന് ഏറ്റവും നല്ലത്. അല്ല എവിടുന്ന കരിക്ക് വെള്ളം കിട്ടുക? കരിക്ക് ആ വൈക്കാണ് പോയാൽ ഉണ്ടാവും തോന്നുന്നുണ്ട് കരിക്ക്. ഇപ്പോഴൊക്കെ തൊള്ളങ്ങനെ കഴിച്ച ഒരു എന്തൊക്കെ ഒരു കയ്പ് പോലെ. പനിയല്ലതേ, മഞ്ഞപ്പിത്താണ്. പഞ്ചാട്ടന്നെ ഉണ്ടാവൂടാ. പനിച്ച എങ്ങനെയാ ഉണ്ടാവാ? പഞ്ചാ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങള് വിചാരിച്ചു കാണും സാധാ പനി വന്നാ വായിക്കാണും നിങ്ങൾ വിചാരിച്ചിരിക്കണേ. അല്ല എനിക്കറിയാം, പനിച്ചാലും ഞമ്മക്ക് തൊള്ള കഴിച്ചു. അല്ല ആ കയ്പല്ല എന്നത്, ആ കയ്പല്ല നിങ്ങൾ പറയുന്ന വേർതാക്കിയായിരുന്ന. പക്ഷെ അങ്ങനെ അല്ലത്, മനസ്സിലായോ? ആ കയ്പല്ലത്. ഒരു സാധനം ഇപ്പം ഒരു സാധനം തൊള്ളി കയറ്റാൻ വെക്കാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയിലാണ്. മനസ്സിലായോ? വള്ളം വരെ എരി കൂട്ടാൻ പറ്റൂലേ. അതല്ലേ ഇപ്പൊ ഉപ്പ് എരി എണ്ണ ഒരു തേങ്ങയും പറ്റൂല. അതാണ് ഇപ്പൊ ഇങ്ങനെ നിക്കണേ ഞാന്. ആരോഗ്യം റെസ്റ്റ് എടുക്ക. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറുന്നാ പറഞ്ഞത്. റെസ്റ്റ് തന്നെയാണ്, പേരിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇവര് രണ്ടാളാണ് പുറത്തു കൂടെ ഇറങ്ങിയെടുക്കുന്നത്. റെസ്റ്റ് മാത്രം പറഞ്ഞാ പോരാ, റെസ്റ്റ് തന്നെ എന്ത് നല്ലോണം തിന്നും വേണം. തിന്നാനതിന് എന്ത് തിന്നാനാ? അതിനാണ് എന്ത് കഞ്ഞിയും കുടിച്ചിട്ടില്ല. എന്താ തിന്ന ഈ ആപ്പിളോ? തുള്ളി കഞ്ഞി കുടിച്ചാ കഞ്ഞി കുടിച്ച് ഛർദിക്കാടേ. അതൊക്കെ കുടിച്ചുമ്മ. പാലുമ്മ രാവിലെ കൊണ്ടുവന്നീന, അത് കുടിച്ചു. അതും ആപ്പിളൊക്കെ തിന്നിട്ട് കുത്തിരിക്കണേ ഞാന്. എന്താ ചെയ്യാ? ഒരു സാധനം തൊള്ളി വെക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും റെസ്റ്റ് ചെയ്തെന്ന് നോക്കല്ലേ. അപ്പോ ഓവറായിട്ട് വേറെ ഒന്നും പറയാല്ല. പ്രാർത്ഥിച്ച അല്ലേ അമ്മമ്മ? എല്ലാരോടും പ്രാർത്ഥിച്ച. കൊറോണക്ക് ഇത്ര ഇതില്ല തോന്നില്ലേ? പിന്നെ കൊറോണ ഉണ്ടായവർക്ക് അറിയുള്ളേ. ഏതായാലും ഗൈസ് പറയാല്ലത് എല്ലായിടത്തും പനിയാണ്. മലപ്പുറം ജില്ലയിൽ കുറെ ആൾക്കാർക്ക് മഞ്ഞപ്പിത്താണ്. മഞ്ഞപ്പിത്തവും പനിയും പല രോഗങ്ങളും. പണ്ട് ഇതേമാതിരിക്കേനി കൊറോണ കാലം. അന്നമാർക്ക് പടക്കി പനി, ആസ്പത്രി സ്ഥലമല്ല. എവിടെ ചെന്നാലും രോഗികളുള്ളു. അത് കാരണം നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഗൈസ് എല്ലായിടത്തേക്ക് കാണാം അല്ലേ? അപ്പൊ ഗൈസ് എല്ലാരും പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടിയിട്ടും ഉമ്മക്ക് വേണ്ടിയിട്ടും, ഞങ്ങക്ക് മാത്രല്ല വേറെ കുറെ രോഗികളുണ്ട്. അപ്പൊ ഓർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പഠിച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യല്ലെന്നാ. എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാരും ദ്വാരക്കും പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതെല്ലാവർക്കും അസ്സലാമലൈക്കും.